അവരൊക്കെ ഒന്നും അവരെ സഹായമുണ്ട്. ഇന്നും ഞാൻ തുടക്കത്തിൽ ഉപയോഗിച്ചൊരു വാസങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്നലെയുടെ നേതൃത്വവും ഇന്നിന്റെ മാർഗദർശിയും. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, അത് കണക്കൂട്ടി പറഞ്ഞതാണ്. ഇന്നലെയുടെ നേതൃത്വവും ഇന്നിന്റെ മാർഗദർശിയുമാണ് ശംസുൽ ഉലമ. ഏത് സ്ഥലങ്ങളിലും ബന്ധപ്പെടുന്നു, പ്രയാസമുള്ള സ്ഥലത്ത് നിർദ്ദേശം നൽകുന്നു. അത് സ്വപ്നത്തിൽ മാത്രമല്ല, ഉണർവിൽ കിട്ടുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നത്, ഞാൻ സേവനം ചെയ്യുന്നത് പൊന്നാനിക്കടുത്ത് കറുകത്തിരുത്തി മഹലിലാണ്. 3-4 ആഴ്ചയ്ക്ക് മുമ്പ് അവിടെ ഒരു സംഭവം ഉണ്ടായി എന്റെ മഹലിൽ. ഇത് ഞാൻ വയലാക്കി പറയില്ല, ഇത് ശംസുൽ ഉലമയുടെ കയ്യിൽ ഫാത്തിഹ വന്ന ആളുകൾക്ക് ആശ്വാസത്തിന് വേണ്ടി പറയുകയാണ്. അവിടെ എന്റെ അടുത്ത് തോന്നുന്ന ഷുഐബ് എന്ന് പറയുന്ന ഒരു കുട്ടി, അവന്റെ ഒരു കുടുംബക്കാരൻ ഷാഹുൽ ഹമീദ് എന്നാ പറയാ. ആ കുട്ടിയെ ഒരു സംഘം ഗൾഫിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. എങ്ങോട്ടാ കൊണ്ടുപോയെന്നറിയില്ല, പിടിച്ചുകൊണ്ടുപോയി. വിടണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവൻ ഒരു മൊബൈൽ കിട്ടിയപ്പോ നാട്ടിലേക്ക് വിളിച്ചിട്ട് വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കുടിക്കലുള്ളത്, എന്റെ അവസ്ഥ എന്താണെന്നറിയില്ല, ഇവിടെ തന്നെ മരിക്കുമോന്നറിയില്ല, എന്നെങ്ങനെ ഒരു സംഘം തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവരവിടെ ഭക്ഷണമില്ല, തളർന്നു വീണു. തന്ന കുടുംബത്തിൽപ്പെട്ട ഒരാളല്ലേ. അങ്ങനെ ഇവ എന്നോടൊന്ന് പറഞ്ഞു, അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, അവരോടെല്ലാരോടും കൂടി ഒന്നിച്ചിരുന്നിട്ട് ശംസുൽ ഉലമയുടെ പേരിൽ ഒരു ഫാത്തിഹ യാസീനും ഓതാൻ വേണ്ടി പറയുന്നതാണ്. ആ സമയത്ത് ഇവന്റെ അമ്മായിയാണെന്ന് എന്റെ ഓർമ്മ, സുലൈഖ എന്ന പേര്. അമ്മായി ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ ഇദ്ധരിക്കുന്ന ഒരു സഹോദരിയാണ്, സ്വാലിഹത്തായ ഒരു സഹോദരിയാണ്. ആ സഹോദരിയുടെ നേതൃത്വത്തിലായിട്ട് ഒരു വീട്ടിൽ ശംസുൽ ഉലമയുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സുലൈഖ എന്ന് പറയുന്ന ഈ അമ്മായിയുടെ മുഖത്തേക്ക് ശക്തമായ ഒരു പ്രഭ വരിക, ഒരു പ്രകാശം വരികയാണ്. ആ പ്രകാശം വന്ന സമയത്ത് സുലൈഖ എന്ന ഈ പെണ്ണ് അത്ഭുതപ്പെടുകയാണ്. കാരണം ഈ സഹോദരി യാസീൻ മനപ്പാടാണ്. അതുകൊണ്ട് യാസീൻ വന്ന സമയത്ത് കണ്ണടച്ചിട്ടാ ഓതുക. അങ്ങനെ കുറെ ആളുകൾ ഉണ്ടല്ലോ കണ്ണടച്ചിട്ട് ചൊല്ലി പറയുന്നത്. ആ സമയത്ത് ഈ പ്രകാശം വന്നത് ഉറങ്ങില്ല. ആ സമയത്ത് ആ പ്രകാശം വന്നത് പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി, അത്ഭുതം, ഒരു പ്രത്യേക സ്മെല്ലും. മനസ്സിലായി ഇത് അള്ളാഹുവിന്റെ എന്തോ ഒരു അഭൗതികമായ സഹായമാണ് എന്ന് മനസ്സിലായി. ഉടനെ വീണ്ടും കണ്ണടച്ചു. കണ്ണടച്ച സമയത്ത് കഅബ ഷരീഫ് തിളങ്ങി ഇങ്ങനെ കാണും. ഉടനെ റൗള ഷരീഫും തിളങ്ങി കാണുകയാണ്. റൗള ഷരീഫിന്റെ അരികിൽ മഹാനായ ശംസുൽ ഉലമ ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇത് സ്വപ്നത്തിലല്ല, ഇത് ഉണർവിലാണ്. ഇത് ശരിയല്ലേ എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ട, മഅ്ശറേക്ക് എത്തണ്ട. നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് എന്റെ കൂടെ ഒന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന് എന്റെ മഹലിൽ അന്വേഷിച്ച് നോക്കി, ഇങ്ങനെ ഒരു പെണ്ണുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കി. നിങ്ങൾ അന്വേഷിച്ചിട്ട് ശരിയില്ല എന്ന് പറയുകയാണെങ്കിൽ നാളെ എനിക്ക് ഫറൂഖിലാണ് വേള്, ജമലുൽ ഞങ്ങളെ മഹലിൽ തന്നെയാണ്, തങ്ങളെ സാക്ഷി നിർത്തിയിട്ട് പറയും ജലീൽ റഹ്മാൻ ഇൻ കേരളത്തിൽ പ്രസംഗിക്കൂല അങ്ങനെ പറയും. ഞാൻ പിന്നെ ഞാൻ പ്രസംഗിച്ച അർത്ഥമുണ്ടോ? അങ്ങനെ കരുന്നോണം അറിഞ്ഞിട്ട് ഇങ്ങനെ കരുന്നോണം അറിഞ്ഞിട്ട് പ്രസംഗിച്ച അർത്ഥമുണ്ടോ? ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവം, അങ്ങനെ ഒരു പെണ്ണും അയാളെ മഹലിലില്ല എന്ന് കൃത്യമായിട്ടാണ് തെളിയിച്ചാൽ, എവിടെങ്കിലും എന്നിട്ട് തീരുമാനിച്ച് പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ട് തെളിയിച്ചാൽ അതിന് വന്ന് അന്വേഷിക്കണം. അങ്ങനെ ഒരു പെണ്ണ് അവിടെ ഉണ്ടോ, ആ പെണ്ണിങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഞാൻ പറയും, ഇത് ഞാൻ സമൂഹത്തോട് മാപ്പ് പറയുന്നു, ഇനി ഞാൻ പ്രസംഗിക്കത്തില്ല. ആ പെണ്ണ് മുഖത്തേക്ക് ശക്തമായ ഒരു പ്രകാശം വന്നു. ശംസുൽ ഉലമയെ പരിശുദ്ധമായ റൗളയുടെ അരികിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കാണുകയാ. അത്ഭുതത്തോടെ. ഇത് ഈ സ്ത്രീ മാത്രമേ അനുഭവിക്കുന്നുള്ളൂ കേട്ടോ. അത്ഭുതത്തോടെ നിൽക്കുക. ഈ സ്ത്രീന്റെ ഭാഷയിൽ ഒരു ഭാഗത്ത് ഒരു കറുത്ത മുസ്ലിയർ, ആ സ്ത്രീന്റെ ഭാഷ അങ്ങനെ തന്നെയാണ് പറയാലോ, നമുക്ക് പറയാൻ ആഗ്രഹം പറ്റില്ല, അങ്ങനെയാണ് പറയാം. പക്ഷെ ആ മുസ്ലിയർ ഈ സ്ത്രീക്കറിയാം, കാരണം ഫോട്ടോകളിൽ കണ്ടിട്ട് അത് മഹാനായ ശൈഖുനാ കാളമ്പാടി ഉസ്താദാണ്. പിന്നെ ഈ സ്ത്രീക്ക് അറിയാത്ത ഒരാളുണ്ട്, ചെറിയ താടി വെച്ചിട്ട് ഒരാള്. ആ ആളെ ഈ സ്ത്രീക്ക് അറിയില്ല. അപ്പൊ ഇതാരായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചെറിയ താടിയുള്ള നല്ല തലപ്പാവുള്ള മനുഷ്യൻ പറഞ്ഞു, എന്നെ നിങ്ങൾ അറിയില്ലേ? ഇല്ല, ഞാൻ കേട്ടിയ മാനവസ്ലിയാണ്. ശംസുൽ ഉലമ നടുവില്, രണ്ട് സൈഡില് സമസ്തയുടെ മറ്റു 2 പണ്ഡിതന്മാർ. ഈ സ്ത്രീ അത്ഭുതത്തോടെ നിൽക്കുമ്പോ ആ സംഘം തട്ടിക്കൊണ്ടുപോയ മനുഷ്യണ്ടല്ലോ ഷൗലമീല്, അവൻ ശംസുൽ ഉലമയുടെ കാളമ്പാടി സ്ഥാന്റെ ഇടയിൽ സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് നേരെ കയറി വന്ന് ചിരിച്ചാണ്ട് നിന്ന്. അതോടുകൂടി ഈ ഒരവസ്ഥയിൽ നിന്ന് ഈ സ്ത്രീ പഴയ അവസ്ഥയ്ക്ക് മാറി. വൈകാതെ അബൂദാബിയിൽ നിന്ന് വിളി വന്നു, അവൻ ആ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് 4 ആഴ്ച മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന പൊന്നാനിക്കടുത്ത് കറുകത്തിരുത്തി മഹലിൽ സംഭവിച്ചാണ്. നിങ്ങൾ വന്നിട്ട് അവിടെ അന്വേഷിച്ച സുലൈഖാനെയും കാണിച്ചുതരാം, പൊരയും കാണിച്ചുതരാം. നിങ്ങളാണ്ട് വിട്ടിട്ട് ഒരു മറയിൽ നിന്നിട്ട് ചോദിച്ചോളി, എല്ലാം കൊണ്ട് പറഞ്ഞുതരും. ആ സ്ത്രീ എന്നോട് പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഉമ്മാരെ കിഡ്നിക്ക് ട്രബിൾ ഉണ്ടായിട്ട്
വലിയ പ്രയാസത്തിലുള്ള പെണ്ണായിരുന്നു ആ പെണ്ണ്. പക്ഷേ പിറ്റേന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് അത്ഭുതത്തിലെ വാക്കുകൾ വരുന്നില്ല. എന്നോട് പറയാ, സാറേ സാറേ ഈ ഒരു അനുഭവം ഉണ്ടായതോട് കൂടി എന്റെ അസുഖമൊക്കെ എടുക്കാൻ പോയി നിനക്കറിയില്ല, എനിക്ക് ഇപ്പോഴും ഇങ്ങനെ കണ്ണ് കാണാന്നൊക്കെ പറയാം. സത്യത്തിൽ KT മാനുസിലേറെ ചിത്രത്തിലും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതുകൊണ്ട് ഈ സ്ത്രീ പിറ്റേന്ന് ചോദിച്ചിട്ടുണ്ട് കുട്ടികളോട്, KT മാനുമൂല്യരെന്ന് പറഞ്ഞിട്ടൊരു ഉസ്താദ് ഉണ്ടോന്ന്. അപ്പോഴാണ് ഫോട്ടോ കണ്ടു കാണിച്ചെടുത്ത്, ഇതാണോ ഇതന്നെയാണ് എന്ന് പറയും. സത്യത്തില് അവരൊക്കെ ഖബറിന്റെ അടിയിലാണ് എന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കൂടെ മദദ് കൊണ്ടുണ്ട്, നമ്മൾ മറക്കരുത്. ഈ പ്രദേശത്ത് ശംസുലമയുടെ പേരിൽ ഫാത്തിഹ ഓതുന്ന, യാസീൻ ഓതുന്ന, ശംസുലമയുടെ പേരിൽ സദഖ കൊടുക്കുന്ന, ശംസുലമയുടെ പേരിന്റെ മുമ്പിൽ ആവേശം കൊണ്ടുകൊണ്ട് മാസങ്ങളോളമായിട്ട് ഉറക്കൊഴിച്ചുകൊണ്ട് നാട് നീളെ നോട്ടീസും ഫ്ലക്സുകളുമായി ഓടി നടന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, നാളെ ശംസുലമയുടെ കൂടെ അള്ളാഹു എന്നെയും നിന്നെയും ഒരുമിച്ച് കൂട്ടട്ടെ. ശംസുലമയുടെ മദദ് കൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. ഞാൻ ആരെയും തട്ടിക്കയറാൻ വേണ്ടിയോ ആരെയും ഇകഴ്ത്താൻ വേണ്ടിയോ പറഞ്ഞതല്ല. എന്റെ മനസ്സിൽ ഇത് പറയുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. ശംസുലമയെ കുറിച്ച് തിരിയാത്ത, ശംസുലമയെ കുറിച്ച് അറിയാൻ വൈകിപ്പോയ, അല്ലെങ്കിൽ അറിയാൻ ഭാഗ്യമില്ലാത്ത ആളുകൾ ഇതൊന്നറിഞ്ഞുകൊണ്ട് ശംസുലമയുടെ പേരിൽ ഫാത്തിഹ ഓതുന്ന മുഹബ്ബീങ്ങളാവണം എന്നതുകൊണ്ട് മാത്രം പറഞ്ഞു പോയതാണ്. അള്ളാഹുവേ, ഈ ഉദ്ദേശം നീ നിറവേറ്റണേ റബ്ബേ, ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ വാദം അവസാനിപ്പിക്കുകയാണ്. എന്റെ സംസാരം നീട്ടുന്നില്ല. പറഞ്ഞാൽ തീരാത്ത ഇമ്പമാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ശംസുൽ ഉലമ ആരാന്ന് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയതാണ്. അല്ലാതെ ശംസുൽ ഉലമയുടെ മഹത്വത്തിന്റെ 1000-ൽ അംശം പോലും ഈ ബലഹീനനായ അയോഗ്യനായ വിദ്യാർത്ഥിയുടെ ഭാഷയിലും ആശയത്തിലും കടന്നു വന്നിട്ടില്ല എന്ന നഗ്നപരമാർത്ഥം നിങ്ങൾ വിസ്മരിക്കരുത് എന്ന് അവസാനമായി ഉണർത്തി ദുആ വസിയത്തോടു കൂടി നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ശംസുൽ ഉലമയുടെ ഒരു ഫാത്തിഹ ഓതിയിട്ട് ഒരു ചെറിയ ദുആ ഇൻഷാ അല്ലാഹ് നടത്തിയിട്ട് പിരിയണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ.